വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. ധ്യാനം പ്രസംഗിച്ച വൈദികൻ അമേരിക്കയിൽ നിന്നുള്ള എഡ്മണ്ട് എൽ ടെറസ്റ്റേ ആയിരുന്നു. കുറച്ചു നാളത്തേക്ക് മാത്രമാണ് അദ്ദേഹം പോളണ്ടിലുള്ളത്. ആ സമയത്ത് ഈ ധ്യാനം എടുക്കാനിടയായി. അദ്ദേഹം വളരെ ആധ്യാത്മികത തോന്നിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആത്മീയ വളർച്ച അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ പ്രകടമായിരുന്നു. തപശ്ചര്യയും സ്മൃതിധ്യാനവും അദ്ദേഹത്തിന്റെ സ്വഭാവഗുണമായിരുന്നു. ഈ വലിയ സുഹൃതങ്ങളൊക്കെയും ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ലഭിച്ചിരുന്ന കൃപകളെക്കുറിച്ച് അദ്ദേഹത്തോട് തുറന്ന് സംസാരിക്കാൻ എനിക്ക് വിമുഖത അനുഭവപ്പെട്ടു. പാപങ്ങളെ സംബന്ധിച്ച് അതെപ്പോഴും എളുപ്പമാണ്. എന്നാൽ കൃപകളെ സംബന്ധിച്ച് സംസാരിക്കാൻ വളരെ പ്രയത്നം വേണ്ടിയിരുന്നു. എന്നാലും ഞാൻ എല്ലാം പറഞ്ഞിരുന്നില്ല. ധ്യാന സമയത്തുണ്ടായ സാത്താന്റെ പ്രലോഭനം, ആ വൈദികൻ എന്നെ മനസ്സിലാക്കുകയില്ല എന്ന ഒരു പ്രത്യേകമായ ഭയവും, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടുകയില്ലെന്ന ചിന്തയും എനിക്കുണ്ടായി. എങ്ങനെ ഞാനിതെല്ലാം അദ്ദേഹത്തോട് പറയും? ഫാദർ ബുക്കോസ്കി ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. എന്നാൽ ഞാൻ ആദ്യമായി കാണുന്ന ഈ ഈശോ സഭക്കാരനോട് ധ്യാന സമയത്ത് ദൈവം തരുന്ന വെളിപ്പെടുത്തലുകൾ കുറിച്ചുവച്ച് അതിന്റെ ഒരു ചെറിയ വിവരണം ഫാദർ ബുക്കോസ്കിക്ക് കൊടുക്കണമെന്ന അദ്ദേഹത്തിന്റെ ഉപദേശം പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ വന്നു. എന്റെ ദൈവമേ, 1.5 ദിവസം നന്നായി കടന്നുപോയി. ഇപ്പോൾ ജീവൻ മരണ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. അരമണിക്കൂറിനുള്ളിൽ സമ്മേളനം തുടങ്ങും. അതുകഴിഞ്ഞ് ഞാൻ കുമ്പസാരത്തിനായി പോകണം. സാത്താൻ ഇങ്ങനെയൊരു ചിന്ത എന്റെ മനസ്സിൽ കൊണ്ടുവന്നു. എന്റെ അധികാരികൾ എന്റെ ആന്തരിക പ്രേരണകൾ മായാദർശനങ്ങളാണെന്ന് എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തിനിതേപ്പറ്റി വീണ്ടും ചോദിച്ച് കുമ്പസാരക്കാരനെ ശല്യപ്പെടുത്തണം? കർത്താവീശോ നിന്നെപ്പോലെ നികൃഷ്ടയായ ആത്മാക്കളുമായി സമ്പർക്കപ്പെടുകയില്ലെന്ന് മദർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കുമ്പസാരക്കാരനും അതുതന്നെ നിന്നോട് പറയും. അദ്ദേഹത്തോട് ഇതെല്ലാം എന്തിനു പറയണം? ഇതൊന്നും പാപമല്ല. ഈശോനാഥനുമായുള്ള ഈ സല്ലാപങ്ങളെല്ലാം തീർത്തും ദിവാസ്വപ്നങ്ങളും ഹിസ്റ്റീരിയകളുമാണെന്ന് മദർ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ എന്തിനിത് ഈ കുമ്പസാരക്കാരനോട് പറയണം? ഇതെല്ലാം ഒരു മായാദർശനമായി കരുതി ഒഴിവാക്കി കളയുന്നതല്ലേ നല്ലത്? നോക്കുക, ഇതുമൂലം നീ എത്രമാത്രം എളിമപ്പെടേണ്ടി വന്നു. ഇനി എന്തുമാത്രം എളിമപ്പെടുത്തലുകൾ നിന്നെ കാത്തിരിക്കുന്നു. നിനക്ക് ചിത്തഭ്രമമാണെന്ന് എല്ലാ സിസ്റ്റേഴ്സിനും അറിയാം. ഞാൻ എന്റെ ആത്മാവിന്റെ സർവശക്തിയോടും കൂടി ഈശോയെ എന്ന് വിളിച്ചുപോയി.